Hi, in today's session we'll be discussing a small question on rectifiers. Okay, power electronics le rectifiers ennulla topic le oru question latest GATE 2023 le choicha oru question aanu. Okay, so the single phase rectifier consisting of three thyristors T1, T2 and T3 and a diode D1. Okay, and a diode D1 feed power to a 10 ampere constant current load. T1 and T3 are fired at alpha equal to 60 degree and T2 is fired at alpha is equal to 240 degree. Okay, the reference for alpha is the positive zero crossing of Vin. The average voltage V0 across the load in volts is rounded off to 2 decimal places. Okay, next പറഞ്ഞിട്ടുള്ളത് ഒരു സിംഗിൾ ഫേസ് തൈറസ്റ്റർ റെക്ടിഫയർ ആണ്. ഓക്കെ, സിംഗിൾ ഫേസ് തൈറസ്റ്റർ റെക്ടിഫയർ വിത്ത് വൺ ഓഫ് ദ തൈറസ്റ്റർ റീപ്ലേസ്ഡ് ബൈ എ ഡയോഡ്. ഓക്കെ, ഒരു സാധാ സിംഗിൾ ഫേസ് കൺട്രോൾ റെക്ടിഫയർ അല്ലെങ്കിൽ സെമി കൺവേർട്ടർ ആണ് നമ്മൾ സാധാരണ കാണാറ്. പക്ഷേ ഇതിൽ സിംഗിൾ ഫേസ് കൺട്രോൾ റെക്ടിഫയറിലെ ഫുള്ളി കൺട്രോൾ റെക്ടിഫയറിൽ ഒരു തൈറസ്റ്ററിനെ ഡയോഡ് വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ Vn എന്താന്ന് തന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ വേവ് ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ വുഡ് യു ഡ്രോ ദ വേവ് ഫോം? ഓക്കെ, സോ Vn എന്താ? Vn ഇസ് എ സൈൻ വേവ്, റൈറ്റ്? Vn ഇസ് ദ സൈൻ വേവ്. V0 ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ കാണാൻ പറഞ്ഞല്ലേ. അപ്പോൾ V0യുടെ വാല്യൂസ് നമുക്ക് നോക്കാം. എങ്ങനെയാ? ആൽഫ തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ. T1 T3 ട്രിഗർ ചെയ്യുന്ന ആൽഫ എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് T2 ട്രിഗർ ചെയ്യണത് ഏതിലാണ്? 240 ഡിഗ്രിയിലാണ്. ദിസ് ഇസ് 360, ദിസ് ഇസ് 180. ഓക്കെ, ഇങ്ങനെയാണ് തന്നിട്ടുണ്ട്. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത്? This T1 positive half cycle until 0 to 60 degree അല്ല 60 ഡിഗ്രി എത്തുമ്പോൾ 60 ഡിഗ്രിയിലാണ് T1 T3 ഫയർ ചെയ്യുന്നത്. അപ്പോൾ 60 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ദിസ് വിൽ ബി ദ T1 T3 ആണ്. ദിസ് വിൽ ബി ദ കറണ്ട് പാത്ത്. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ the output voltage will be like this. Okay, 60 degree മുതൽ 180 degree during the positive half cycle. 180 degree എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 180 to 240. 180 degree എത്തുമ്പോൾ it is negative half cycle, right? So minus plus. ഓക്കെ, അപ്പം ദിസ് ഡയോഡ് വിൽ ഗെറ്റ് ഫോർവേഡ് ബയസ്ഡ്. പക്ഷെ T2 ട്രിഗർ ചെയ്തിട്ടില്ല. T2 എപ്പോഴാണ് ട്രിഗർ ചെയ്യുക? 240 ഡിഗ്രി എത്തുമ്പോഴാണ് ട്രിഗർ ചെയ്യുള്ളൂ. 180 പ്ലസ് ആൽഫ 240 ഡിഗ്രിയിലാണ് T2ൻ്റെ ട്രിഗറിങ്. ആ സമയത്ത് T2 ഓൺ ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? കറണ്ട് ഇസ് ഗോയിങ് ടു സർക്കുലേറ്റ് ലൈക്ക് ദിസ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്യൂറിങ് 180 to 240 ഡിഗ്രി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 0, റൈറ്റ്? 240 ഡിഗ്രി എത്തുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെയാണ്. 240 ഡിഗ്രി എത്തുമ്പോൾ ദിസ് ഇസ് ഗെറ്റിംഗ് ഓൺ, ദിസ് ഇസ് T2 ഇസ് ടേൺഡ് ഓൺ. അപ്പോൾ എന്താ പാത്ത് എന്താ വരിക? അതായത് പ്ലസ് മൈനസ് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. ഇങ്ങനെ വന്ന് T2ൽ കൂടെ പോയി ഇറ്റ് വിൽ റീച്ച് ദ സോഴ്സ്. ദിസ് വിൽ ബി ദ പാത്ത് ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ദാറ്റ് ടു ഫ്രം 240 to 360 ഡിഗ്രി. 240 ഡിഗ്രി ടു 360 ഡിഗ്രി കറണ്ടിൻ്റെ പാത്ത് അങ്ങനെ ആയിരിക്കും. ഓക്കെ, ദെൻ ഇറ്റ് കണ്ടിന്യൂസ്. എന്താ ഈ T1 T3 നെക്സ്റ്റ് സ്റ്റെപ്പിൽ ട്രിഗർ ചെയ്യുക 360 പ്ലസ് 60. 360 പ്ലസ് 60 എന്ന് പറയുമ്പോൾ 420 ഡിഗ്രി വരെ ദിസ് ഇസ് ഗോയിങ് ടു ഗോ ലൈക്ക് ദിസ്. ആൻഡ് ആഫ്റ്റർ 420 ഡിഗ്രി T1 ആൻഡ് T3 ഇസ് ഗോയിങ് ടു കണ്ടക്ട്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ 60 to 180 T1 T3 കണ്ടക്ട് ചെയ്യും. 180 to 240 ആരാ കണ്ടക്ട് ചെയ്യുക? D1 ആൻഡ്
T3. D1 and T3. കാരണം T2 ഓൺ ആയിട്ടില്ല. T2 ഓൺ ആവുമ്പോൾ ആര് കണ്ടക്ട് ചെയ്യും? T2 and D1 will conduct till 360 plus alpha. ആ ആൽഫ എത്തുമ്പോൾ again T1, T3 conducts. So ഇതാണ് വേവ് ഫോം വരുന്നത്. ഇനി ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ പറയുമ്പോൾ how will you find out the average output voltage? V0 is equal to 1 by 2 pi. Okay, integral alpha to pi. Okay, first positive half cycle alpha to pi എത്രയാണ്? Vm sin omega t d omega t plus next pi to 2 pi അല്ലെങ്കിൽ pi to pi plus alpha നമ്മൾ നോക്കേണ്ട കാര്യമില്ല. pi to pi plus alpha എന്ന് പറയുന്നത് 180 to 180 plus 60, 180 to 240 എന്താ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ്. അപ്പോൾ pi plus alpha തൊട്ട് നോക്കുക. pi plus alpha to 2 pi plus alpha. It is minus Vm sin omega t. Negative half cycle അല്ലേ? d omega t. Okay. So on solving this 1 by 2 pi Vm പുറത്തെടുക്കാം. Vm കോമൺ ആണ്. Vm you can take it out. Alpha to 2 pi integral sin omega t d omega t. Integral of sin എന്താ? Minus cos omega t ആണ്. From alpha to pi plus ഇവിടെ integral of sin minus cos ആണ്. Minus of minus plus കിട്ടും. So plus cos omega t from pi plus alpha to 2 pi plus alpha. Okay. Okay. So on solving this, Vm by 2 pi, applying the limits, minus cos omega t minus cos pi. Okay, cos pi തന്നെ -1 ആണ്. അപ്പോൾ minus cos pi എന്ന് പറയുമ്പോൾ minus of minus plus 1. Okay, plus 1 minus 1 കൂടെ ഈ മൈനസും കൂടെ വരുമ്പോൾ +1 ആയി. Then minus of cos alpha. ഈ മൈനസ് പുറത്തുണ്ട്. അപ്പോൾ upper limit minus lower limit, minus of minus plus. അപ്പോൾ 1 plus cos alpha plus ഇവിടെ cos omega t, cos 2 pi plus alpha minus the lower limit cos pi plus alpha. Right? So Vm by 2 pi 1 plus cos alpha plus cos 2 pi plus alpha എന്താ? cos alpha തന്നെയാണ്. plus minus of cos pi plus alpha. cos of pi plus alpha എന്താ? cos of pi plus alpha എന്ന് പറയുമ്പോൾ it lies in the third quadrant. ഇല്ലേ? 180 plus alpha. third quadrantൽ cos എന്താ? നെഗറ്റീവ് ആണ്. So minus of minus plus. Again here it is cos alpha. Cos pi plus alpha minus cos alpha ആണ്. Already ഒരു minus ഉണ്ട് plus cos alpha. Then Vm by 2 pi into 1 plus 3 cos alpha. This is the average output voltage of the given converter, AC to DC rectifier. Okay. അപ്പോൾ ഇതിന്റെ ആവറേജ് വോൾട്ടേജ് Vm by 2 pi 1 plus 3 cos alpha ആണ്. So on substituting, you know what is Vm, right? Questionൽ തന്നിട്ടുണ്ട്. What is Vm? Vm is 100 volt, right? 100 volt ആണ്. So V0 is equal to Vm by 2 pi എന്ന് പറയുമ്പോൾ 100 divided by 2 pi into 1 plus 3 cos alpha. What is alpha? Alpha is 60 degree. Okay. So 100 by 2 ne 50 എന്ന് എഴുതാം. 50 by pi 1 plus 3 into cos 60 എന്താ? sin 30. That is 1 by 2. Okay. On solving this, you will get the answer as 39.78 volt. Okay. I hope it's clear. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എപ്പോഴും കണ്ടുപരിചയമുള്ളത് ഒരു സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ് സെമി കൺവേർട്ടർ ആണ്. 2 തൈറിസ്റ്ററും 2 ഡയോഡും. അല്ലെങ്കിൽ ഫുള്ളി കൺട്രോൾഡ് ആണെങ്കിൽ 4 തൈറിസ്റ്റർ. അപ്പോൾ ഫുള്ളി കൺട്രോളിൽ ഒരു തൈറിസ്റ്ററിനെ ഒരു ഡയോഡ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ ആവറേജ് വോൾട്ടേജ്?
V0 is equal to 1 plus 3 cos alpha into Vm by 2 pi ആണ് വരിക. So on solving it and substituting the values, you'll get the answer as 39.78 volt. Okay. So that's all for today's session. Thank you.